ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് മത്സര പരീക്ഷകൾക്ക് എന്നൊക്കെ കരുതുന്നു. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വരാൻ പോവുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടും അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്കായിട്ടും പഠിച്ച് ആ ഒരു ജോലിയിൽ കയറിയ കുറച്ച് പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് ചിലർക്കൊക്കെ തോന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ, നമുക്ക് കിട്ടാത്തതാണോ, അല്ലെങ്കിൽ ഇതൊന്നും ഇത്രയധികം പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കണവർക്കായിട്ട് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, അവരെത്ര കാലമൊക്കെയാണ് പഠിച്ചത്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പഠിക്കുന്ന ജീവിതത്തിൽ നിന്ന് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന ആ ഒരു ലൈഫ്, അതിലേക്കുള്ള ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ് ഇരിക്കുന്നത്. ഒരാൾ നന്ദു, ഒരാൾ സുധീഷ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ജോലിയിലേക്കുള്ള ഇവരുടെ ഈ ഒരു യാത്ര. പറഞ്ഞിടോ, എത്ര കാലമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്? ഞാനിവിടെ ഇപ്പോ 4.5 വർഷമായി. 4.5 വർഷം. ആദ്യം കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. 2021 അവിടെ ജോയിൻ ചെയ്തു. പിന്നെ IUT വാങ്ങി കാലിക്കറ്റിലെത്തി. അവിടുന്ന് 1 മാസം ഉണ്ടായിരുന്നു, കേരളയിൽ 1 മാസം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഒറ്റ മാസമായപ്പോഴേക്കും IUT കിട്ടി, ഈ ഭാഗത്തേക്ക് കിട്ടി. ഓക്കെ, പിന്നെ സുധീഷ്? ഞാനും ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തതാണ്. അതുപോലെ 1 മാസം കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് IUT കിട്ടി പോകുന്നു. ഏത് ലിസ്റ്റിലായിരുന്നു പറയാൻ പറ്റുമോ? നമ്മുടെ PSCയുടെ ഫസ്റ്റ്, സെക്കൻഡ്, രണ്ടാമത്തെ ലിസ്റ്റിൽ അല്ലേ? അപ്പോ ഓർമ്മ ഉണ്ടോ റാങ്ക് ഒക്കെ എത്രയായിരുന്നു എന്നൊക്കെ? എന്റെ നല്ല റാങ്ക് ആയിരുന്നു, 143 ആയിരുന്നു. 143ാമത്തെ. എന്റെ 80 ആയിരുന്നു, IT സംതിങ്. ഓക്കെ, അപ്പൊ ഈ അതൊക്കെ നല്ല നല്ല റാങ്കുകളാണ്. 143, 80 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടാനായിട്ട് എങ്ങനെയായിരുന്നു? ഒരുപാട് കാലം പഠിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങളെ പഠന രീതി? ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണല്ലോ, അപ്പൊ എങ്ങനെയാ പഠിച്ചതെന്ന് പറഞ്ഞേ. ഞാന് മിക്കപ്പോഴും കോച്ചിങ് സെന്റർ തന്നെ ആയിരുന്നു. അവിടെ നേരത്തെ എത്തും, പിന്നെ വൈകിട്ട് വരെ കമ്പൈൻ സ്റ്റഡി എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഡിസ്കഷൻ ഒക്കെ ആയിട്ട്. ക്ലാസ്സിൽ ആദ്യത്തെ കുറച്ച് ദിവസം ക്ലാസ്സിലായിരുന്നു, പിന്നെ ക്ലാസ് നിർത്തിയിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി. ഓക്കെ, അപ്പം കുറച്ച് സമയം കൂടുതൽ ഇരുന്ന് അങ്ങ് പഠിച്ചു ഒരു ദിവസത്തിൽ തന്നെ. അങ്ങനെ ഒരു എത്ര കാലം പോയിട്ടുണ്ടാവും? ഒരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴേക്കും നല്ലൊരു ഡിഗ്രി ലെവൽ. പിന്നെ വേറെ ഏതെങ്കിലും ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നോ? വേറെ ഉണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പിന്നെ വേറെ അവിടുന്ന് പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. നന്ദുവോ? ഞാൻ 2 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം LD ആയിട്ടായിരുന്നു, LD എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയത്. പിന്നെ LDയുടെ ഒപ്പം തന്നെ നമ്മൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടും പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കമ്പനി ബോർഡ്, സെക്രട്ടേറിയറ്റ് എല്ലാ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. അത്യാവശ്യം ആ സമയത്ത് എഴുതി അത്യാവശ്യം എല്ലാ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു, പിന്നെ തിരിച്ചു വന്നു ഇങ്ങോട്ട് വന്നു. ഇപ്പം ആ ഒരു PSCക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഒരു ലൈഫും ഇപ്പൊ ജോലി കയറി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നല്ല മാറ്റമുണ്ട്. എന്നാലും എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിത്തത്തിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ്. അതായത് നമ്മൾ ആ സമയത്ത് നമ്മൾ വേറൊരു പരിപാടിക്കും പോകാറില്ല. ഇപ്പോൾ സുധീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ ഡേ പഠിപ്പ് തന്നെയായിരുന്നു. അത് നമുക്ക് മടുപ്പ് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ഗോള് വന്നിട്ട് ഇതേപോലെ ഒരു നല്ലൊരു ജോലിയായിരുന്നു. അപ്പോൾ നമ്മളത് മടുപ്പായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് ഈ പറഞ്ഞ പോലെ ഈ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ടൈം ടു ഈ ടൈം ആയിരുന്നില്ല. നമുക്ക് ബോറടിക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കും, പിന്നെയും പഠിക്കും. അങ്ങനെ 24 hours നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പഠിച്ചു തന്നെ. ഓക്കെ, ഇപ്പൊ ഏതായാലും കളർഫുൾ ആണ്, ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ കാണാം. താങ്ക് യു. അപ്പൊ വീണ്ടും ഞാൻ ഇരിക്കുന്നത് കുറെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമാരൊപ്പാണ്. ഇവരെ തിരക്ക് പിടിച്ച ഒരു ലൈഫിന് കുറച്ചൊരു സമയം നമ്മൾ ചോദിച്ചതാണ്. അപ്പം ഡ്യൂട്ടി ടൈം ഒക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് നമ്മൾ. നോക്ക്, ഇത്രയും പേരുണ്ട്. ഒന്ന് പറഞ്ഞിടോ, പേരൊന്ന് പറഞ്ഞു. അഫ്സൽ, വിഷ്ണു, അനീഷ്, രാജിഷ, അനഘ. ഇവരൊക്കെ പല പല സെക്ഷനുകളിലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാവരും PSC പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ വന്ന് നല്ല നല്ല റാങ്കിലൊക്കെ വന്ന് അസിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്തവരാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് PSCക്ക് വേണ്ടിയുള്ള ആ ഒരു പഠനം എങ്ങനെ, എത്ര കാലം പഠിച്ചു? PSC പഠനം എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷൻ തന്നെ മെയിനായിട്ട്. നമ്മൾ ബാക്കിയുള്ള
ഒരുവിധ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു സമയത്ത് അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ വേറെ അഡീഷണൽ ജോലി എടുക്കുന്ന ആളുകൾ ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി നോക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ ടൈം പഠനം തന്നെ ആയിരിക്കും. കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞിട്ട് തന്നെ അവരത് ലക്ഷ്യത്തിലെത്തുള്ളൂ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതെ, അതാണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ വേറെ ഒന്നിലും മാറാതെ അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാല്ലേ. അതെ അതെ. വിഷ്ണു എത്ര കാലം ഈ ഒരു ഡിഗ്രി ലെവൽ ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമായിട്ടാണോ പഠിച്ചത്, അതോ മൊത്തത്തിലൊരു ജനറൽ PSC എന്നുള്ള രീതിയിലാണോ പഠിക്കാൻ തുടങ്ങിയത്? ജനറൽ PSC എന്നുള്ള രീതിയിലാണെങ്കിൽ പിന്നെ പരീക്ഷ വിളിച്ചത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഏകദേശം 1 ഇയറോളം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ള കോഴ്സിലേക്കുള്ള ഒരു പഠനം അത് മാത്രമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ കിട്ടി. പിന്നെ അതിനുശേഷം എഴുതിയ പരീക്ഷകളും ഇതിന്റെ ഭാഗമായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ അതെ അതെ, അതാണ് നമ്മളൊരു ലിസ്റ്റിൽ എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കത് കുറച്ചുകൂടി ഈസി ആയി അല്ലെ. അപ്പം ഏത് വർഷം അഫ്സൽ ഏത് വർഷ സർവീസ് കയറിയേ? ഞാൻ 2023. 23. ഓക്കെ ഓക്കെ. നേരെ ഇവിടെ തന്നെയാണോ ഫസ്റ്റ് ഇവിടെ തന്നെയാണ് അല്ലേ? ഇല്ല, നിങ്ങളൊക്കെ തന്നെ നേരിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു? ഫസ്റ്റ് ജോയിൻ ചെയ്തത് KSFയിലായിരുന്നു. 2 വർഷം KSFയിൽ ഉണ്ടായിരുന്നു. 2020 അവിടെ ജോയിൻ ചെയ്യുന്നത്. 2022 യൂണിവേഴ്സിറ്റി വരുന്നത്. രാജേഷ് എനിക്ക് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റിയിലല്ലേ ആദ്യം ജോയിൻ ചെയ്ത്? ഫസ്റ്റ് ലിസ്റ്റിൽ ആദ്യത്തെ നിയമനത്തിൽ നടന്ന അതിൽ വന്ന ആൾക്കാരാട്ടോ ആദ്യം. അതായത് കേരള യൂണിവേഴ്സിറ്റിയിലേക്കായിട്ട് കേരള PSC ലിസ്റ്റ് ഇറക്കിയപ്പോൾ അതിൽ ആദ്യത്തെ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന ആളാണ് ഇതൊക്കെ അല്ലെ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഫസ്റ്റ് ഇട്ട എത്രയായിരുന്നു റാങ്ക് ഓർമ്മയുണ്ടോ? 121ാമത്തെ റാങ്ക് അല്ലെ. അപ്പം എനിക്കൊന്നും രാജേഷ് അതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങിയതായിരുന്നില്ലേ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ 2014 ഡിസംബറിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനുശേഷം പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നപ്പോൾ പിന്നെ അതിലേക്ക് മാറി. പിന്നെ അത് മാത്രം എയിം ചെയ്ത് പഠിക്കാൻ തുടങ്ങി അല്ലേ? അനക്കോ എത്രയായി ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ട്? 2022 അപ്പൊ MGയിൽ കുറച്ചു കാലം സർവീസിൽ നിന്നോ? ഒരു 3 മാസം. അപ്പോഴേക്കും പിന്നെ IUT ഇങ്ങോട്ട് പോകുന്നു അല്ലെ? പിന്നെ മുന്നേ ഞാൻ KSFയിലായിരുന്നു 2020. KSF തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. ഓക്കെ. അപ്പോൾ അറിയാം, എന്നാലും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ലൈഫിലേക്ക് മാറിയപ്പം എന്ത് തോന്നുന്നു? അതായത് ഇപ്പോൾ നമുക്ക് PSC പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്, നമ്മൾ ഇപ്പോഴും അതിനുവേണ്ടി പഠിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതുപോലൊക്കെ തന്നെയാണോ? കളർഫുൾ ലൈഫാണോ? എന്ത് തോന്നുന്നു? കളർഫുൾ അല്ലേ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലി അല്ലേ? അപ്പൊ അടിപൊളിയാണ്. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ഒക്കെ ഫ്രണ്ട്സ്. അവർക്കൊരു ഓൾ ദി ബെസ്റ്റ് പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.